കോടികൾ പാഴാക്കി നിർമ്മിച്ച കായംകുളം കായലോര ടൂറിസം പദ്ധതിയും അർത്തിച്ചിറ ടൂറിസം പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചിട്ട് 6 വർഷമായിട്ടും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാവാതെ കിടന്ന് നശിക്കുന്നതിനെതിരെ സമർപ്പണത്തിന്റെ തുടർച്ചയായ 6ാം വാർഷികത്തിലും ജനകീയ പ്രതികരണ വേദി പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടി സംഘടനയുടെ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോടികൾ പാഴാക്കി നിർമ്മിച്ച കായംകുളം കായലോര ടൂറിസം പദ്ധതിയും അതിർത്തിച്ചിറ ടൂറിസം പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചിട്ട് 6 വർഷം പൂർത്തിയായ ദിനത്തിൽ തുടർച്ചയായ 6ാം വർഷവും ജനകീയ പ്രതികരണ വേദി പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വിവിധ വകുപ്പുകളുടെ അനുവാദമില്ലാതെ കോടികൾ മുടക്കി നിർമ്മിച്ച 2 ടൂറിസം പദ്ധതികളും നാടിന് ശാപമായി മാറിയിരിക്കുകയാണെന്നും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഏതാണ്ട് 30 കോടിയിലേറെ രൂപ മുടക്കിക്കൊണ്ടാണ് കായംകുളം ടൂറിസം പദ്ധതി ഹൗസ് ബോട്ട് ടെർമിനൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഏതാണ്ട് 3 ഏക്കർ സ്ഥലം ഈ കായലിൻ്റെ ഒരു കിഴക്കേ അറ്റം ചേർത്ത് നികത്തി ഇവിടെ മനോഹരമായ പാർക്ക് നിർമ്മിക്കുമെന്നും അതേപോലെ തന്നെ വൈകുന്നേരങ്ങൾ ഫാമിലിയായിട്ട് വന്ന് ആളുകൾക്ക് വിശ്രമിക്കാനും അവർക്ക് ഉല്ലസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതോടൊപ്പം തന്നെ ദേശീയപാതയിൽ മുക്കടയ്ക്കപ്പുറത്ത് അർത്തിച്ചിറ എന്ന് പറയുന്ന പഴയ കാലത്തെ രാജഭരണകാലത്ത് കുതിരയെ കുളിപ്പിച്ചു കൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്ന സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ആ വലിയ കുളം ഏറ്റെടുത്തുകൊണ്ട് അവിടെയും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണം നടത്തി പാഴാക്കി. ആ പണമെന്നും കൃത്യമായ ഒരു പ്ലാനിങ്ങോ വേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുവാദമോ വാങ്ങാതെ ഇതെല്ലാം പാഴായി പാതി വഴിക്ക് കിടക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി 2019 ഫെബ്രുവരി മാസം 25-ാം തീയതി ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത്. കായംകുളം കായലോര ടൂറിസം പദ്ധതിയും അതോടൊപ്പം തന്നെ കോടികൾ മുടക്കിയ അർത്തിച്ചിറ ടൂറിസം പദ്ധതിയും, ഈ 2 പദ്ധതികളുടെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ അതേ വേദിയിൽ കരിയിലക്കുളങ്ങര സ്പിന്നിംഗ് മില്ല് വിട്ട് നൽകിയ 25 സെൻറ്റ് സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിൻ്റെ കല്ലിടിയിലും അതേ വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കായംകുളത്ത് വന്ന് നിർവഹിച്ചിട്ട് ഇന്ന് 6 വർഷം തികയുവാണ്. കായംകുളത്ത് ഈ കായലോര വിശ്രമ കേന്ദ്രത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഉന്നതി ലക്ഷ്യമാക്കി അധികാരികൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ സമരത്തിലാണ്. നാളെ ഞങ്ങൾ റീത്ത് വെച്ച് ഈ പരിപാടി ജനശ്രദ്ധയിൽ ആകർഷിക്കുവാൻ തുടങ്ങിയിട്ട് 6 വർഷക്കാലമായി. കാരണം കായംകുളത്തിൻ്റെ മുൻ MLA CK സദാശിവൻ മുൻകൈയെടുത്ത് ഈ കായംകുളത്ത് ആദ്യമായിട്ട് ഒരു കായലോര വിശ്രമ കേന്ദ്രവും വള്ളംകളിയും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം സന്തോഷിച്ചു. കായംകുളത്തുകാർ ഇതംപ്രദമായിട്ട് ഈ കാണുകയും അതിൽ പങ്കെടുക്കുകയും ആഘോഷത്തോടുകൂടി ഈ സംവിധാനത്തെയൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇന്ന് കാലഹരണപ്പെട്ട ഒരു സംഭവമായി കായംകുളത്തെ കായലോര ടൂറിസം കേന്ദ്രവും വള്ളംകളി കേന്ദ്രവും വിശിഷ്യ കൃഷ്ണപുരത്തുള്ള ഇതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അതിർത്തിച്ചിറയിലെ ആ കേന്ദ്രങ്ങളും എല്ലാം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉള്ള സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പം ഇതിനെതിരെ നിരന്തരമായ സമരം, അധികാരികളിലൊക്കെ നിരന്തരമായ സമരം നടത്തുവാൻ കായംകുളം പ്രതികരണ വേദി തുനിഞ്ഞിട്ടുള്ളതുമാണ്. ഇന്ന് ഇത് 6ാം വർഷമാണ് ഞങ്ങൾ ഈ റീത്ത് വെച്ച് ഈ സമരം നടത്തുമ്പോൾ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തയ്യാറായിട്ടുള്ളത്. എന്നാൽ ഏതാനും ആഴ്ച മുമ്പ് കായംകുളത്ത് ഈ കായലോര വിശ്രമ കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത അധികാരികൾ എത്തിയെങ്കിൽ പോലും യാതൊരുവിധമായ നടപടിയും കൈക്കൊള്ളാത്തതിൻ്റെ അവസ്ഥയിലാണ് ഈ 6ാം വർഷവും കായംകുളം പ്രതികരണ വേദി ഇത്തരത്തിലൊരു സമരവുമായി മുന്നിട്ട് വന്നിട്ടുള്ളത്. ഇത് അധികാരികളുടെ കണ്ണു തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയോടും അതുപോലെ MLAയോടും നമ്മൾ സർക്കാരിനോടും ഞങ്ങൾ ഇതിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം.
ഇതേ വേദിയിൽ മുഖ്യമന്ത്രി തറക്കല്ലിട്ട കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് അടിത്തറ കെട്ടാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. സെക്രട്ടറി പുളിയറ വേണുഗോപാൽ, രജിതാലയം രവീന്ദ്രൻ, പൊന്നപ്പൻ തമ്പി, ജി വിട്ലദാസ്, സന്തോഷ് കുമാർ, പൂക്കുഞ്ഞ് പുരശ്ശേരിൽ, രാജശേഖരൻ, ജെ രാധാകൃഷ്ണൻ, ബാബു പുതിയിടം, എസ് ശരത്, അനീഷ് ഗോപിനാഥ്, മഹേഷ് കുമാർ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കൃഷ്ണപുരം.